ഒരു ലൈനിലൂടെ മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, സ്പീഡ്, ആക്സിലറേഷൻ, ഈ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഒബ്ജക്റ്റ് ഒരു കോർഡിനേറ്റ് ലൈനിലൂടെ മൂവ് ചെയ്യുന്നു എന്ന് അസ്യൂം ചെയ്യുക. ആ മൂവ് ചെയ്യുന്ന ലൈനിനെ നമ്മൾ എസ് ആക്സിസ് എന്ന് വിളിക്കുന്നു. ദെൻ ആ ലൈനിലുള്ള ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എസ് നമുക്കൊരു ഫംഗ്ഷൻ ഓഫ് ടി എന്നുള്ള ഫോർമാറ്റിൽ അറിയാമെന്ന് വിചാരിക്കുക. അതായത് അറ്റ് എനി ടൈം ടി ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, ഒരു ഫംഗ്ഷൻ ഓഫ് ടി എന്നുള്ള ഫോർമാറ്റിൽ നമുക്കറിയാം. ഇപ്പോൾ എസ് എന്നുള്ളൊരു എഫ് ഓഫ് ടി എന്നുള്ളൊരു ഫംഗ്ഷൻ രീതിയിൽ അറിയുകയാണെങ്കിൽ ടൈം ടിയിലുള്ള ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ കാണാൻ ടിക്ക് പകരം 2 എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് അതിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഒരു ഫംഗ്ഷൻ ഓഫ് ടി എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് ആ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അറിയാമെന്ന് വിചാരിക്കുക. ദെൻ ഒരു ടൈം ഇൻ്റർവെൽ ടിയിൽ നിന്നും ടി പ്ലസ് ഡെൽറ്റ ടിയിലേക്കുള്ള ഒരു വേരിയേഷൻ, ടൈമിലുള്ള വേരിയേഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആ ഒബ്ജക്റ്റിന് സംഭവിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുവാനായിട്ട് എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ചെയ്താൽ മതി. അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ നൊട്ടേഷൻ ഡെൽറ്റ എസ് ആണ്. അതായത് ഉദ്ദേശിക്കുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നുള്ള ഫോർമാറ്റിൽ നമുക്കറിയാം. ടൈം ഒരു 3 സെക്കൻഡോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടൈം യൂണിറ്റ് മിനിറ്റ്സിലോ അങ്ങനെ ഏതെങ്കിലും ടി, ഞാൻ തൽക്കാലം സെക്കൻഡിൽ പറയുന്നു, ടൈം ടി ഈക്വൽ ടു 3 സെക്കൻഡ് മുതൽ അതുപോലെ 5 സെക്കൻഡ് വരെയുള്ള ഒരു ടൈം ഇൻ്റർവെൽ, 3 മുതൽ 5 വരെയുള്ള സെക്കൻഡ്, ആ ഒരു ഗ്യാപ്പിൽ ആ ഒബ്ജക്റ്റിന് സംഭവിച്ചിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് എഫ് ഓഫ് 5 മൈനസ് എഫ് ഓഫ് 3 ചെയ്താൽ മതി. അതിൻ്റെ പൊസിഷനിൽ എത്രത്തോളം മാറ്റം വന്നു, അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ആ ഇൻ്റർവെല്ലിലുള്ള ആവറേജ് വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, എൻ്റെ നൊട്ടേഷൻ വി ആവ് ആണ്, വി പ്രിഫിക്സ് എ വി. അവിടെ ഒബ്ജക്റ്റിന് ആ ടൈം ഇൻ്റർവെല്ലിൽ ഉള്ള ആവറേജ് വെലോസിറ്റി അത് കണ്ടുപിടിക്കുവാനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം, അതായത് ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ ടി, ഡെൽറ്റ എസ് എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആണ്, മൈനസ് എഫ് ഓഫ് ടി ആണ്, ഡിവൈഡഡ് ബൈ ടൈം. ഇപ്പോൾ ടിയിൽ നിന്നും ടി പ്ലസ് ഡെൽറ്റ ടിയിലേക്ക് മാറുമ്പോൾ അവിടെയുള്ള ടൈം പീരീഡ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ടി ചെയ്താൽ മതി, അത് ഡെൽറ്റ ടി എന്ന് കിട്ടും. സോ ഓവർ ദാറ്റ് ടൈം ഇൻ്റർവെൽ പീരീഡിൽ എത്രത്തോളം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് ബൈ ആ ടൈം ഗ്യാപ്പ്, അതാണ് ആ ഇൻ്റർവെല്ലിലുള്ള ഒബ്ജക്റ്റിൻ്റെ ആവറേജ് വെലോസിറ്റി. ഇനി എസ് ഈക്വൽ ടു എഫ് ഓഫ് ടി എന്നുള്ള രീതിയിൽ കോർഡിനേറ്റ് ആക്സിസ് എസ് ആക്സിസിലൂടെ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി അതല്ലെങ്കിൽ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി കണ്ടുപിടിക്കുവാനായിട്ട് പൊസിഷൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. അതായത് എഫ് ഡാഷ് ഓഫ് ടി ഡി എസ് ബൈ ഡി ടി എന്നോ അതല്ലെങ്കിൽ എഫ് ഡാഷ് ഓഫ് ടി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി അറ്റ് എനി ടൈം ടി നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തു എന്ന് മാത്രം, ലിമിറ്റ് എച്ചിന് പകരം ഇവിടെ ഡെൽറ്റ ടി ആണ് യൂസ് ചെയ്യുന്നത്, ടൈം ഗ്യാപ്പ്. അപ്പോൾ എച്ചിന് പകരം ഡെൽറ്റ ടി ഉപയോഗിക്കുന്നു എന്ന് മാത്രം, നിങ്ങൾ ലിമിറ്റിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഡെറിവേറ്റീവ് നമുക്ക് ഡിഫറൻസിയേഷൻ്റെ റൂൾസ് പഠിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ട് ഡെറിവേറ്റീവ് കണ്ടാൽ മതി. എന്നിരുന്നാലും ഡെറിവേറ്റീവിൻ്റെ ഡെഫിനിഷൻ യൂസ് ചെയ്തിട്ട് വെലോസിറ്റി കാണാൻ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻഡിങ് ടു 0 എഫ് ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് എഫ് ഓഫ് ടി ഓൾ ഡിവൈഡഡ് ബൈ ടി. അതായത് നമ്മുടെ ആവറേജ് വെലോസിറ്റിയുടെ ലിമിറ്റിംഗ് വാല്യൂ ആയിട്ട് നമുക്ക് വെലോസിറ്റീനെ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്ക് ഡെറിവേറ്റീവ് യൂസ് ചെയ്തിട്ട് പ്രോബ്ലംസ് ചെയ്യാം. ദെൻ സ്പീഡ് വെലോസിറ്റിയുടെ അബ്സല്യൂട്ട് വാല്യൂ ആണ്, അതായത് അതിൻ്റെ മോഡുലസ് വാല്യൂ. സോ സ്പീഡ് അറ്റ് എനി ടൈം ടി കണ്ടുപിടിക്കാൻ മോഡുലസ് ഓഫ് വി ഓഫ് ടി കണ്ടാൽ മതി. പിന്നെ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ടൈം, അതാണ് വിത്ത് റെസ്പെക്ട് ടു ടി, അതാണ് ആക്സിലറേഷൻ. അതല്ലെങ്കിൽ പൊസിഷനെ 2 പ്രാവശ്യം വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. ക്വസ്റ്റ്യൻ: the position of a moving particle along the x-axis is given by s equal to f of t equal to 0.8 t square. അവിടെ ഒരു ടൈം ഇൻ്റർവെൽ തന്നിട്ടുണ്ട്, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഫൈൻഡ് ദ ബോഡീസ് ഡിസ്പ്ലേസ്മെൻറ്റ്
ആൻഡ് ആവറേജ് വെലോസിറ്റി ഫോർ ദ ഗിവൺ ടൈം ഇൻ്റർവെൽ. ഈ ടൈം ഇൻ്റർവെല്ലിലുള്ള ഫങ്ഷൻ്റെ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റും ആവറേജ് വെലോസിറ്റിയും കണ്ടുപിടിക്കുവാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പാർട്ടായിട്ട് ടൈം t = 10 ആ ബോഡിയുടെ സ്പീഡും ആക്സിലറേഷനും കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് പാർട്ട് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മുടെ t എന്നുള്ളത് ഇവിടെ 0 ആണ്. t + Δt ആണ് 10. സോ Δt ഇവിടെ 10 ആണ്. 10 - 0 10 ആയതുകൊണ്ട് Δt ടൈം ഗ്യാപ്പ് അതായത് Δt 10 ആണ് വരുന്നത്. ഡിസ്പ്ലേസ്മെൻറ്റ് Δs കണ്ടുപിടിക്കാനായിട്ട് f(10) - f(0), f(t + Δt - f(t). f(10) 0.8 × 10^², f(0) 0.8 × 0^². 10^² 100 ആണ്. 100 × 0.8 അപ്പോൾ 80 - 0, സോ 80 ആണ് അതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ്. അത്രയും മീറ്റർ അങ്ങനെ പൊസിഷൻ യൂണിറ്റ് തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തൽക്കാലം അത്രയും യൂണിറ്റ്സ്. ഓക്കെ, ഇനി ആവറേജ് വെലോസിറ്റി VAV. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് Δs/Δt ചെയ്താൽ മതി. സോ 80/10, അപ്പോൾ 8 എന്ന് കിട്ടും. അതാണ് ആ ഇൻ്റർവെല്ലിലുള്ള ആവറേജ് വെലോസിറ്റി. ഓക്കെ, ദെൻ പാർട്ട് ബി, ഒബ്ജക്റ്റിൻ്റെ t = 10 ആകുമ്പോഴുള്ള സ്പീഡും ആക്സിലറേഷനും ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കാം. വെലോസിറ്റി കണ്ടുപിടിക്കാനായിട്ട് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ടൈം. സോ 0.8 ഒരു കോൺസ്റ്റൻ്റ് ആണ് ഇൻറ്റു t² ഡെറിവേറ്റീവ് 2t. സോ 0.8 × 2 1.6t എന്ന് കിട്ടും. അപ്പം അത്രയും യൂണിറ്റ് പെർ സെക്കൻഡ്. അവിടെ ടൈം യൂണിറ്റും പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ അത്രയും. ഇപ്പോൾ മീറ്ററിലാണ് തന്നിട്ടുള്ളത്. ടൈം സെക്കൻഡിലാണെങ്കിൽ മീറ്റർ പെർ സെക്കൻഡ് ആയിരിക്കും അവിടുത്തെ യൂണിറ്റ്. ഇവിടെ തൽക്കാലം യൂണിറ്റ് ഒന്നും തന്നിട്ടില്ല. അപ്പോൾ 1.6t ആണ് വെലോസിറ്റി അറ്റ് എനി ടൈം t. ഇനി നമുക്ക് വെലോസിറ്റി അറ്റ് 10, ഇതിൽ 10 ടിക്ക് പകരം 10 എന്ന് കൊടുക്കാം. അപ്പോൾ 1.6 × 10 16 എന്ന് കിട്ടും. അതിൻ്റെ മോഡസ് ആണ് സ്പീഡ് അറ്റ് ടൈം t = 10 കാണാൻ മോഡ് V(10) ചെയ്താൽ മതി. നമുക്ക് ഓൾറെഡി അത് പോസിറ്റീവാണ്. അപ്പോൾ 16 ആണ്. അത്രയും മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ തൽക്കാലം മീറ്ററും സെക്കൻഡും ആയിട്ട് യൂണിറ്റ് എടുക്കുന്നു എന്ന് മാത്രം. ഏതാണോ യൂണിറ്റ് അതിനനുസരിച്ച് നമുക്ക് എഴുതാവുന്നതാണ്. ഇത്രയാണ് അതിൻ്റെ സ്പീഡ് അറ്റ് ടൈം t = 10. ഓക്കെ, ഇനി ആക്സിലറേഷൻ അറ്റ് എനി ടൈം t കാണാൻ വെലോസിറ്റിയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു t കണ്ടാൽ മതി. dv/dt. അപ്പോൾ ഇവിടെ 1.6 കോൺസ്റ്റൻ്റ് ആണ്. ടിയുടെ ഡെറിവേറ്റീവ് 1 ആണ്. സോ 1.6 m²/s. അപ്പോൾ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ A(10)ഉം നമുക്ക് 1.6 തന്നെയാണ് കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മളോട് കണ്ടുപിടിക്കുവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.